ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇലക്ട്രിക്കലിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇതിലിപ്പം ബിടെക്കും ഐടിയും ഡിപ്ലോമയും എംടെക് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റിയ പോസ്റ്റുകളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ KPSRB എന്ന് പറയുന്ന ഒരു ബോർഡ് രൂപീകരിച്ചത്. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡ് മുന്നേ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം കഴിഞ്ഞ ദിവസം വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് എല്ലാ പോസ്റ്റിലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏറ്റവും ആദ്യം നമുക്ക് കാറ്റഗറി നമ്പർ വന്നുള്ള 24/2025 ആണ്. 21/1/2025 ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ ഔട്ട് അയക്കുന്നത്. അപ്പോ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് 20/3/2025 വരെയാണ്. ഓക്കെ, മാർച്ച് 20 വരെ നിങ്ങൾക്ക് അത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. നെയിം ഓഫ് ദി PSC അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞേക്കുന്ന ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ്. അതായത് ഹെൽപ്പർ ITI ഇലക്ട്രിക്കൽ എന്നാണ് പോസ്റ്റിന്റെ പേര്. 2 വേക്കൻസി ആണ്, പെർമനന്റ് പോസ്റ്റ് ആണ്. 13,650 തൊട്ട് 22,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് VHT, HT ആൻഡ് LT ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, മോട്ടോർസ്, ബാറ്ററി സിസ്റ്റംസ് ആൻഡ് ഫാക്ടറി ആൻഡ് ഓഫീസ് ലൈറ്റിംഗ് സിസ്റ്റംസ് എക്സെട്ര ആണ്. അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞേക്കുന്നത്. അതായത് ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സ്വതവേ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകളിലേക്ക് വരുന്ന അതേ സെയിം ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിൽ ചിലപ്പോൾ പോസ്റ്റിനാണെങ്കിൽ ചിലപ്പോൾ തെറ്റിയിരിക്കുന്നത് ഹെൽപ്പർ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ചില പോസ്റ്റിന്റെ നെയിം അങ്ങനെയാണല്ലോ വരുന്നത്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് SLC വിത്ത് ITI ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ട്രേഡ് എന്ന് പറഞ്ഞേക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 41 വയസ്സാണ്. എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി പുട്ട് ഓൺ ട്രെയിനിങ് ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ ആൻഡ് ആഫ്റ്റർ സക്സസ്ഫുൾ ട്രെയിനിങ് ദേ വിൽ ബി ഓൺ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ. അപ്പോൾ ഡിസൈറബിൾസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അപ്ലിക്കേഷൻ ഫീ അതേപോലെ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യൂ കേട്ടോ. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ വേണ്ടി വരുന്നുണ്ടാവുള്ളൂ. 300 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. SST കാൻഡിഡേറ്റ്സിന് 75 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. അപ്പൊ ജസ്റ്റ് നോട്ട് ടു അപ്ലിക്കൻസ് ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, ഇനിയിപ്പോ അടുത്ത രണ്ടാമത്തെ പോസ്റ്റ് 21/2025, കരിയർ നമ്പർ 21/2025. നിങ്ങൾക്ക് എങ്ങനെയാണ് KPSRBയിൽ കയറിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ അതിന്റെ ലിങ്ക് ഇട്ട് തരാം. അപ്പൊ അടുത്തത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലേക്കില്ല, ലീഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആണ്. അതുകൊണ്ട് ഞാൻ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ വേണ്ടി വരുന്നുണ്ടാവും. 5 വേക്കൻസി ആണ് ഉള്ളത്, പെർമനന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് 17,400 തൊട്ട് 28,350 വരെയാണ് കേട്ടോ. അപ്പോ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഫൈലാണ് അവിടെ കൊടുത്തേക്കുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ഓഫ് റെക്ടിഫയർ സ്റ്റേഷൻസ്, DG സെറ്റ്സ് എക്സെട്ര ആണ്. അതേപോലെ മെയിൻ്റെനൻസ് ഓഫ് VHT, HT ആൻഡ് LT ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, മോട്ടോർസ്, ബാറ്ററി സിസ്റ്റം, അതൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞേക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്ക്, 3 years ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബൈ DT ഓഫ് കേരള സ്റ്റേറ്റ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് കേരള. മാക്സിമം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് 41 വയസ്സാണ് അവിടെ മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, 5 years എക്സ്പീരിയൻസ് ആസ് ഇലക്ട്രീഷ്യൻ ഇൻ ആൻ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഓൺലി മെയിൽ കാൻഡിഡേറ്റ്സ് നീഡ് ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. 600 രൂപയാണ് സ്കെയിൽ ഓഫ് പേ. 600 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വന്നുള്ളത്. SST കാൻഡിഡേറ്റ്സ് ലിസ്റ്റിൽ 150 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വന്നുള്ളത്. നോട്ട് ടു ദി ആപ്ലിക്കൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ 5 വർഷം എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. എനിക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്കെയിൽ ഓഫ് പേ പറഞ്ഞേക്കുന്നത് അവിടെ വളരെ കുറവാണല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നത് അവിടെ എക്സ്പീരിയൻസിന്റെ ഇതിപ്പം ബാക്കിയുള്ള പോസ്റ്റിന്റെ കേസിലും അവിടെ സ്കെയിൽ ഓഫ് പേ വളരെ കുറവാണ്. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പോകുന്നില്ലായിരുന്നു നമുക്കൊരു സംശയമാണ്. അതുമല്ല, എക്സ്പീരിയൻസ് ഉള്ളവരെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നില്ലായിരുന്നു നമ്മൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് അവിടെ ഇല്ലാന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, എക്സ്പീരിയൻസ് അവിടെ കമ്പൽസറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 5 വർഷം എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സ്കെയിൽ ഓഫ് പേ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഏതായാലും അടുത്തൊരു പോസ്റ്റ് കാറ്റഗറി നമ്പർ 15/2025 കേരള ഇലക്ട്രിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. സീനിയർ മാനേജർ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ്, പെർമനന്റ് ആണ്. 36,140 തൊട്ട് 49,740 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് കൺട്രോൾ
or material management or marketing and sales and service and maintenance undertaking research and development activities etc ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ക്വാളിഫിക്കേഷൻ ബി ടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ വിത്ത് 60% ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. 48 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത്. എക്സ്പീരിയൻസ് പറഞ്ഞേക്കുന്നത് മിനിമം 18 ഇയേഴ്സ് രീതിയിലാണ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. എനിവേ 18 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞേക്കുന്നത് 36,740 49,740 വരെ. എനിക്കറിയില്ല ഇവരെന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നും. ഓക്കെ, സി അത് അവിടെ നമ്മൾ അന്ന് പറഞ്ഞല്ലോ, ടൈപ്പ് പി എസ് യു നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പി എസ് യുവിനെ നമ്മൾ എ ബി സി എന്നുള്ള രീതിയിൽ അവിടെ നമ്മൾ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ എ കാറ്റഗറി ആണെങ്കിൽ പേയ്മെന്റ് കൂടും, ബി കാറ്റഗറി ആണെങ്കിൽ അതിനെക്കാട്ടി പേയ്മെന്റ് കുറവായിരിക്കും, സി കാറ്റഗറി ആണെങ്കിൽ ബിനെക്കാട്ടി പേയ്മെന്റ് കുറവായിരിക്കും. ആ ഒരു രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നിരുന്നാലും ഈ ഒരു സ്കെയിൽ ഓഫ് വിത്ത് 18 ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. അത് എക്സ്പീരിയൻസ് അവിടെ കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് ഡിസൈറബിൾസ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ME/M.Tech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് or MBA in marketing or operations with a minimum 60% mark from a recognized university. Experience in transformers or related industry is in a reputed firm എന്നുള്ള രീതിയിൽ. അപ്ലിക്കേഷൻ ഫീ 1,000 റുപ്പീസ് ആണ്. എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് സ്കെയിൽ ഓഫ് വന്നിട്ടുള്ളത്. അതേപോലെ നോട്ട് അപ്ലിക്കൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചോ. ഇതില് എസെൻഷ്യൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട് അല്ലേ? ഓക്കെ, കാൻഡിഡേറ്റ്സ് മസ്റ്റ് അപ്ലോഡ് ദിയർ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എസെൻഷ്യൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് വൈൽ അപ്ലൈയിങ്. ഓക്കെ ഓക്കെ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എക്സ്പീരിയൻസ് എന്തായാലും അവിടെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോ നമുക്ക് നല്ല കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.